അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി. എൻ്റെ പേര് അജിൻ. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുണ്ടക്കൈ ഇടവകയിൽ നിന്ന് വരുന്നു. വൈഫിൻ്റെ പേര് മരിയ അഗസ്റ്റിൻ. ജൂൺ 2024 ജൂൺ 17, 2024 ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞങ്ങൾക്ക് രണ്ടാമതായിട്ട് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് എടുത്തത്. 2020 ആ സമയത്ത് ആദ്യത്തെ പ്രഗ്നൻസിക്ക് ശേഷം PCODയുടെ പ്രോബ്ലം ഇച്ചിരി സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നതിനാൽ രണ്ടാമത്തെ കുഞ്ഞ് ഞങ്ങൾ പല പല ചികിത്സകൾ ചെയ്തിട്ടും ഉണ്ടാകുന്നില്ലായിരുന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഇംഗ്ലീഷ് മരുന്നുകൾ പരിശോധിച്ചു, എന്നിട്ടും ആയില്ല. അപ്പോൾ ഞങ്ങൾ മരുന്നുകളെല്ലാം നിർത്തിയിട്ട് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഒരു തവണ കൂടി ഒക്ടോബർ 10 ഞങ്ങൾ 2024 ഒക്ടോബർ 10 ഉടമ്പടി പുതുക്കിയതിന് ശേഷം വൈഫ് പ്രഗ്നൻ്റ് ആയി. വൈഫ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം 2025 ജൂൺ 6 പെട്ടെന്ന് ചില കോംപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി. വൈഫ് കാരിത്താസ് മാതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വൈഫിന് പെട്ടെന്ന് തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് കൂടി, പെട്ടെന്ന് ശരീരം മുഴുവൻ നീരാവുകയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഭയങ്കര വണ്ണം വെച്ച് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പെട്ടെന്ന് മാറി. അങ്ങനെ 2025 ജൂൺ 12 കുഞ്ഞിനെ പെട്ടെന്ന് പുറത്തെടുക്കേണ്ടി വന്നു. 31ാമത്തെ ആഴ്ച കുഞ്ഞിനെ പുറത്തെടുത്തു. അങ്ങനെ അവളെ ഇൻക്യുബേറ്ററിലോട്ട് മാറ്റി. CPAP സപ്പോർട്ടോടുകൂടിയായിരുന്നു ആദ്യം നിന്നത്. അപ്പോൾ CPAP സപ്പോർട്ട് പല ദിവസങ്ങളിൽ ഒരു 40% കൊടുത്തുകൊണ്ടിരുന്നത്. പല തവണ മാറ്റാൻ ട്രൈ ചെയ്യുമ്പോഴും കുഞ്ഞിന് വീണ്ടും അസ്വസ്ഥത ഉണ്ടാകും, വീണ്ടും CPAP സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ PDA ഹോൾസ് പ്രതീക്ഷിക്കാത്തതിലും വലുതായിട്ട്, സാധാരണ എല്ലാ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഹോൾസാണത്, പക്ഷേ എങ്കിലും അത് വലുതായിട്ട് കുഞ്ഞിനുണ്ടായിരുന്നു. അങ്ങനെ അതുണ്ട്. പിന്നെ മൂന്നാമതൊരു പ്രോബ്ലം കൂടി, ഫീഡിങ് കൊടുത്തു കഴിഞ്ഞിട്ട് ട്യൂബ് ഇങ്ങനെ വലിച്ചു നോക്കുമ്പം ബ്ലഡിൻ്റെ അംശം എല്ലാ തവണയും കാണുന്നതുകൊണ്ട് ഫീഡിങ് നിർത്തും. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് വന്നതുകൊണ്ട് അവസാനം ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ 2025 ജൂൺ മാസം 21 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് അച്ഛനെ കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിച്ചു. അച്ഛൻ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം കാശുരൂപം തന്നു. കാശുരൂപം കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ കൊണ്ടുപോയി ഇൻക്യുബേറ്ററിൽ കുഞ്ഞിൻ്റെ അടുത്ത് കാശുരൂപം വെച്ചു. അതുപോലെ തന്നെ ഉടമ്പടി തൈലം എടുത്ത് കുഞ്ഞിൻ്റെ നെറ്റിയിൽ പുരട്ടി ഞങ്ങൾ നേഴ്സുമാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അങ്ങനെ കുഞ്ഞ് പെട്ടെന്ന് തന്നെ CPAP സപ്പോർട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പ്രശ്നം കുഞ്ഞിനുണ്ടായിട്ടില്ല. പിറ്റേ ദിവസം CPAP സപ്പോർട്ട് മാറ്റി. പിറ്റേ ദിവസം തന്നെ ഈ PDA ഹോൾസ് ആദ്യത്തെ തവണ പാരസെറ്റമോൾ ഹോൾസ് കൊടുത്തിട്ട് അടഞ്ഞിട്ടില്ലായിരുന്നു. പിറ്റേ ദിവസം വീണ്ടും പിന്നെയുള്ള സ്കാനിങ്ങിൽ കുഞ്ഞിന് PDA ഹോൾസ് ഇല്ല. ബാക്കി ഫീഡിങ് ട്യൂബ്സ് ആണെങ്കിലും എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ബ്ലഡിൻ്റെ അംശം പിന്നെ വന്നിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ദൈവത്തിനും ഈ പരമ കാരുണ്യവാനായ ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി. അമ്മ മാതാവിന് ഒത്തിരി നന്ദി. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ സാമ്പത്തികമായിട്ട് ഒത്തിരി തകർന്നിരുന്ന ഒരു അവസ്ഥയിലാണ്. ഞാൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു തകർച്ചയിലായിരിക്കും. എനിക്ക് ഒത്തിരി പേര്, ഞാൻ ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഗോതമ്പ് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ബിസിനസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് പലരും, ഞാൻ ബിസിനസ് ചെയ്തവർ പലരും എനിക്ക് പൈസ തരാനുള്ള അവസ്ഥയും സാമ്പത്തികമായിട്ട് ഒത്തിരി തകർന്നിരിക്കുന്നൊരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് എനിക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ പേരിലൊരു കമ്പനി ഉള്ളതുകൊണ്ട് ആരും എന്നെ ജോലിക്ക് എടുക്കുകയെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ഉടമ്പടി പുതുക്കി ആദ്യത്തെ ആഴ്ച തന്നെ ഒക്ടോബർ 10 പുതുക്കുന്നു. നവംബർ മാസത്തിൽ ദൈവം എനിക്കൊരു ജോലി തന്ന്, അവിടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കൊരു കമ്പനി ഗുജറാത്തിൽ ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചു. നല്ലൊരു പൊസിഷനിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നു. മൂന്നാമതായിട്ട് എൻ്റെ വൈഫിൻ്റെ അപ്പോയിൻമെൻറ്റ് 2020 ജൂൺ മാസം അവൾ ജോലിക്ക് കയറിയതാണ്. കേരള ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ ജോലിക്ക് കയറിയതാണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ. പക്ഷേ പലതവണ ഞങ്ങൾ അപ്പോയിൻമെൻറ്റിന് അപ്രൂവലിന് വേണ്ടി സമീപിച്ചെങ്കിലും കോട്ടയത്തെ ഓഫീസിൽ നിന്ന് 3 തവണ റിജക്റ്റ് ആയതുകൊണ്ട് അത് തിരുവനന്തപുരത്തിന് വിട്ടു. ഒരു തരത്തിലും രക്ഷയില്ല എന്നൊരവസ്ഥയിൽ തിരുവനന്തപുരത്ത് ഞങ്ങളെത്തി. തിരുവനന്തപുരത്ത് വെച്ച് പെട്ടെന്ന് തന്നെ പിന്നെ ആ ഉടമ്പടി അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ വേണ്ടി വരുന്നൊരു കാരണം അതാണ്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഓരോ ഫയലുകളും നീങ്ങുകയും ഇപ്പോൾ അവളുടെ ശമ്പളം പാസ്സാക്കി കിട്ടുകയും ചെയ്തു. അപ്പോയിൻമെൻറ്റ് പാസ്സായി. അതിനുശേഷം പ്രൊമോഷനും കൂടെ പാസ്സായി കിട്ടി. പെട്ടെന്ന് എല്ലാം ചെയ്തു തന്ന അമ്മ മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ അടുത്തുള്ളൊരു മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കുന്ന കേന്ദ്രത്തിൽ ചെന്ന് അവരെ കുളിപ്പിക്കുകയും അവരോടൊത്ത് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ നമ്മുടെ കൃപാസന പത്രം വിതരണം ചെയ്യുന്നുണ്ട്. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി.
ഞങ്ങളെ അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ഒത്തിരി 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 നന്ദി. ഈശോയ്ക്ക് നന്ദി. 37 സങ്കീർത്തനം 4-5 തിരുവചനങ്ങൾ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ്. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ അതൊരു 2 വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. ഈശോയും ഞാനും തമ്മിലുള്ള ബന്ധം എത്ര ആഴമാണോ അത്രമാത്രം വേഗത്തിൽ ഈശോ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം തീർപ്പ് കൽപ്പിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ അജിൻ മരിയ എന്ന ദമ്പതികൾ അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷികളായ അൽത്താരയിൽ കയറി നിൽക്കുകയാണ്. അവരുടെ വലിയ വലിയ പ്രശ്നങ്ങൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരിഹരിച്ചു കൊടുക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. ഒരു സമയത്ത് ഉടമ്പടിയെടുത്ത് അവർ പ്രാർത്ഥിക്കുകയാണ്, ഇനി അങ്ങയെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോവുകയില്ല എന്ന് ഈശോയ്ക്ക് ഉറപ്പ് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും എല്ലാം സംഭവിക്കുന്നതെന്ന് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവരുടെ ജീവിതഭാരങ്ങൾ വലുതായിരുന്നു. 2ാമത്തെ കുഞ്ഞ് വളരെ റിസ്കോടുകൂടിയാണ് 31ാമത്തെ ആഴ്ചയിൽ ജനിക്കുന്നത്. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ ഓക്സിജൻ സപ്പോർട്ടോടുകൂടിയാണ് കുഞ്ഞ് ഇൻക്യുബേറ്ററിലായിരുന്നു. അവിടെയെല്ലാം വളരെ റിസ്ക്കായ ഒരു സമയമായിരുന്നു. അങ്ങനെ ഇവർ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് ജോസഫ് അച്ഛനിൽ നിന്നും കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിച്ച് കുഞ്ഞിനെ ആശീർവദിച്ച് അവിടെ പോയ ഉടനെ തന്നെ കുഞ്ഞിൻ്റെ എല്ലാ ചലനങ്ങൾക്കും വ്യത്യാസം വന്നു. കുഞ്ഞ് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുവരാനായി അവർക്ക് സാധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ നേർച്ച വസ്തുക്കളുടെ വളരെ കൃത്യമായ ഉപയോഗവും ഈശോയോടുള്ള വിശ്വസ്തയും ഉടമ്പടി നിബന്ധനകൾ നാം കൃത്യമായി പാലിക്കുമ്പോഴാണ് ഈശോയ്ക്ക് തോന്നുകയാണ് ഇവർ ഒരു കളിപ്പീരല്ല, ഇവർ വളരെ ആത്മാർത്ഥമായി ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുന്നവരാണെന്ന് തോന്നുന്ന നിമിഷം നമ്മുടെ ഈശോയുടെ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കുന്നതിനായി പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ അജിൻ പറയുകയുണ്ടായി, ബിസിനസ് എല്ലാം തകർന്നു, ഒരു വലിയ സീറോ ആയി. എനിക്കൊരു ബിസിനസ് റൺ ചെയ്തിരുന്ന സമയത്ത് മറ്റൊരു കമ്പനിയിൽ എനിക്ക് ജോലി ലഭിക്കില്ല എന്നുള്ളൊരു വലിയ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ അദ്ദേഹം വീണ്ടും ഉടമ്പടി പുതുക്കിയപ്പോൾ ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതുക്കുമ്പോഴായിരുന്നു അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഉടൻ തന്നെ ഗുജറാത്തിൽ അദ്ദേഹത്തിന് ഒരു നല്ല ജോലി ലഭിക്കുകയും മരിയയ്ക്ക് അതുപോലെ തന്നെ ജോലിയിലുണ്ടായിരുന്ന ടീച്ചിങ് പ്രൊഫഷനിൽ പ്രൊമോഷനോടുകൂടി എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യാനുള്ള അനുഗ്രഹവും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അവർക്ക് പ്രാപിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഏതൊരു ജീവിത പ്രതിസന്ധിയിലും എത്ര വലിയ കൊടുങ്കാറ്റായാലും കോളിളക്കമായാലും ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്നുള്ളൊരു വലിയ വാഗ്ദാനം നമുക്ക് ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും നാം ഈശോയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയാണെങ്കിൽ ഉടമ്പടി കൃത്യമായും വർക്ക് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും, കുഞ്ഞുങ്ങളില്ലാത്ത പ്രശ്നങ്ങളെയും, ഇൻക്യുബേറ്ററിലും വെന്റിലേറ്ററിലുമായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നിയോഗങ്ങളെ സമർപ്പിച്ച് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.